നമസ്കാരം. ക്രൈസ്തവ സഭകളുടെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എത്തിക്കാൻ UDF നീക്കം ശക്തമാക്കിയിരിക്കെ ജോസ് കെ മാണി മുഖം തിരികെയാണോ? ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായും KC വേണുഗോപാലുമായും ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം ഇടതുമുന്നണി വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലുകൾ വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് UDFന്റെ നീക്കം. ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ ജോസിന്റെ വരവ് സഹായിക്കുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കൂടുതൽ ഘടകകക്ഷികളെ ഒപ്പം ചേർത്ത് നിർത്തി മുന്നണി ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ സജീവമായി രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ വരെ ലീഗ് തയ്യാറാണെന്നും അറിയിച്ചതായി വാർത്തകൾ വന്നു. എന്തായാലും മുന്നണി മാറ്റ വാർത്ത കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി തള്ളിയിരിക്കുകയാണ്. കേരള കോൺഗ്രസിനെ കണ്ട് ആരും വെള്ളം തിളപ്പിക്കേണ്ടെന്നും അത് വാങ്ങിവെക്കുന്നതാണ് നല്ലതെന്നുമാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി പറഞ്ഞത്. ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ്. മലയോര വിഷയം മുന്നണി മാറ്റവുമായി കൂട്ടിക്കെട്ടേണ്ടെന്നും മൂന്നാം തവണയും LDF അധികാരത്തിൽ വരുമെന്നും പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോയുടെ കൂടെയാണ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തള്ളി ജോസ് കെ മാണി പൂർണ്ണമായും പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും തള്ളുന്നു. ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണ്. നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന UDFനെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണ്. മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിനൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായി ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിന്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു. മൂന്നാം തവണയും LDFനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവെക്കുന്നതാണ് ഉചിതം എന്നുമാണ് ജോസ് കെ മാണിയുടെ കുറിപ്പിൽ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഭരണ തുടർച്ചയ്ക്കുള്ള അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും ഇപ്പോൾ മുന്നണി വിടുന്നത് ദോഷം ചെയ്യുമെന്നും കേരള കോൺഗ്രസ് നേതൃത്വം കൂട്ടായി നിലപാടെടുത്തിരുന്നു. മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണിയും പറഞ്ഞിരുന്നു. പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് പാർട്ടി കൃത്യമായി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ തങ്ങൾ പൂർണ്ണ സന്തുഷ്ടരാണെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു. കേരളത്തിലെ അതിരൂക്ഷമായ വന്യജീവി തെരുവുനായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ ആവശ്യമാണ് മുന്നണി മാറ്റ വിഷയം കൂടുതൽ ചർച്ചയാക്കിയത്. ഇത് അനവസരത്തിലുള്ളതാണെന്നായിരുന്നു CPM വിലയിരുത്തൽ. നിയമനിർമ്മാണം സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ഇടതുമുന്നണിയിലെ ഘടകകക്ഷി ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് CPM സംശയത്തിലാണ് കാണുന്നത്. ഇതിനൊപ്പം മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കൾ ജോസ് കെ മാണി MPയുമായി കൂടിക്കാഴ്ച നടത്തിയതും ചർച്ചയായിരുന്നു.